നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ശിലയിട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU പ്രവർത്തകർ ജില്ലാ മത്സ്യഫെഡ് ഓഫീസ് ഉപരോധിച്ചു. വാടനപ്പള്ളി എടശ്ശേരി ബീച്ചിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങിയ ആന ഇടഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നടത്തി. മതിലകം സെന്ററിൽ പഞ്ചായത്ത് ഓഫീസിനടുത്താണ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ഓഫീസ് നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപനത്തിനെത്തിയ മുനവർ അലി ശിഹാബ് തങ്ങളെ എടമുട്ടം പാലപ്പെട്ടിയിൽ നിന്നും 300ഓളം ബൈക്കുകളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി മതിലകത്തേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്നായിരുന്നു ശിലാസ്ഥാപന ചടങ്ങ്. വളരെ ദിശാബോധത്തോടും ഉത്തരവാദിത്തത്തോടും സമയബന്ധിതവുമായ പ്രവർത്തനം മൂലം അതിന്റെ ആദ്യഘട്ടപടി എന്നുള്ള നിലയിൽ സ്ഥലം വാങ്ങുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ശിലാസ്ഥാപന ചടങ്ങുമാണ് ബഹുമാന്യനായ തങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. സംഘടക സമിതി ചെയർമാൻ PB താജുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CA ജലീൽ, SK ഹാഷിം തങ്ങൾ, CP ബാബ ഹാജി, ബഷീർ വള്ളിക്കോത്ത്, വെട്ടം ആലിക്കോയ, EP കമറുദ്ദീൻ, MP കുഞ്ഞിക്കോയ തങ്ങൾ, KA ഹാറൂൺ റഷീദ, CA റഷീദ, MK മാലിക്, KK അഫ്സൽ, PM അബ്ദു ഹാജി എന്നിവരും പ്രസംഗിച്ചു. തളിക്കുളം തമ്പാൻ കടവിൽ RSS പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. പാലക്കൽ തിലകന്റെ വീടിന് നേരെയാണ് ഞായറാഴ്ച രാത്രി 11 മണിയോടെ ആക്രമണമുണ്ടായത്. ഇയാളുടെ മകൻ മനു RSS പ്രവർത്തകനാണ്. വിമത CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടുകാർ പറയുന്നു. മാരകായുധങ്ങളുമായെത്തിയ സംഘം തെരുവ് വിളക്കിന്റെ ഫ്യൂസ് ഊരി മാറ്റിയ ശേഷമാണ് ആക്രമണം നടത്തിയത്. ഗേറ്റ് ചാടിക്കടന്ന സംഘം വീട്ടിലെ വളർത്തുനായയുടെ കാൽ അടിച്ചൊടിച്ചു. ഗേറ്റിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റുകളും ചെടിച്ചട്ടികളും ഇവർ തല്ലി തകർത്തു. വീടിന്റെ 12 ജനൽപ്പാളികളും സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. മുൻവശത്തെ വാതിലും തകർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. വീട്ടുകാർ ഭയന്ന് പുറത്തിറങ്ങിയില്ല. സംഭവം അറിഞ്ഞ് വാടനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ആരെയും പിടികൂടാനായില്ല. തളിക്കുളം എരനെഴുത്ത് ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടുകാർ പറയുന്നു. മത്സ്യഫെഡ് തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തുക, തൊഴിലുപകരണങ്ങൾ ന്യായമായ വിലക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച തൃശൂർ ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU പ്രവർത്തകർ ജില്ലാ മത്സ്യഫെഡ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വർഗ സംഘടന രൂപീകരിക്കുക എന്നത് വളരെ വളരെ ക്ലേശകരമാണ്. ചരിത്രപരമായി തന്നെ വർഗീയവാദികളും പ്രതിവിപ്ലവ ശക്തികളും അന്ധമായ സാമുദായികവാദികളും എല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള ഈ രംഗത്ത് തൊഴിലാളികളെ ഒരു വർഗമെന്നുള്ള നിലയിൽ വർഗാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക എന്ന ദുഷ്കരമായ പ്രവൃത്തി വളരെ ക്ലേശകരമായ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഒരു സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഫലമായി അധികാരി വർഗത്തിന്റെ ശ്രദ്ധയിൽ ഈ തൊഴിലാളി വിഭാഗത്തിന്റെ ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ആധികാരികമായി തന്നെ അവതരിപ്പിക്കാനും ഉന്നയിക്കാനും അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും സാധിച്ചു. യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി PA രാമദാസ് അധ്യക്ഷനായിരുന്നു. MA വിജയൻ, VV അനിത, KA പുരുഷോത്തമൻ എന്നിവരും സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി PR കറപ്പൻ സ്വാഗതവും KM അലി നന്ദിയും പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ഏക ആശ്രയമാണ് സഹകരണ സ്ഥാപനമായ മത്സ്യഫെഡ്. 2011 ഒക്ടോബറിലാണ് ഈ സ്ഥാപനം പിരിച്ചുവിട്ടത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് മത്സ്യഫെഡിന്റെ പ്രവർത്തനം. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വലിയ ദൂർത്താണ് നടത്തുന്നതെന്ന് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്, മത്സ്യഫെഡ് ഉപരോധം സിന്ദാബാദ്, മത്സ്യഫെഡ് ഉപരോധം സിന്ദാബാദ്. ആരെയും
കരുതേക്കാനല്ല സമരം ജീവിക്കാനാണ് ഈ സമരം. ഇൻക്വിലാബ് സിന്ദാബാദ് സൂചനയാണിത് സൂചന മാത്രം സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഗതി മാറും ഇൻക്വിലാബ് സിന്ദാബാദ് CITU സിന്ദാബാദ് മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ് മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ് ഇൻക്വിലാബ് സിന്ദാബാദ് മത്സ്യത്തൊഴിലാളി യൂണിയൻ സിന്ദാബാദ്. ഏങ്ങണ്ടിയൂരിൽ അമിത വേഗത്തിൽ പോയിരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിടിച്ച KSEBയിലെ ജീവനക്കാരന് പരിക്കേറ്റു. KSEB ഏങ്ങണ്ടിയൂർ ഏത്തായിലെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ലൈൻമാൻ PV ഗിരീഷിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. ഒരു KSRTC ബസ്സിനെ മറികടക്കുന്നതിനിടയിലാണ് ഗിരീഷിന്റെ ബൈക്കിൽ ബസ്സിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഗിരീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിനായി SN പുരം പള്ളിനടയിൽ വീണ്ടും അളവെടുപ്പിനെത്തിയ ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോയി. തിങ്കളാഴ്ച രാവിലെ 11:30യോടെയാണ് പള്ളിനട വെളുത്ത കടവിനടുത്ത് ദേശീയപാത അതോറിറ്റി എറണാകുളം ഡയറക്ടർ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അളവെടുപ്പിന് എത്തിയത്. അധികൃതർ എത്തിയ വിവരമറിഞ്ഞ് SDPI സോളിഡാരിറ്റി CPM പ്രവർത്തകരും സംഘടിച്ചെത്തി അളവെടുപ്പ് തടയുകയായിരുന്നു. അധികൃതർ പോലീസ് സഹായം തേടിയെങ്കിലും വേണ്ടത്ര പോലീസ് ഫോഴ്സ് ഇല്ലാത്തതിനാൽ സംഘം അളവെടുപ്പ് നിർത്തിവെച്ച് മടങ്ങിപ്പോവുകയായിരുന്നു. ഇടവേള.